പ്രത്യേകതകളല്ലേ ആ വീഡിയോയിൽ ലാസ്റ്റ് കുറച്ച് കട്ടായിക്കുണ്ടാകും ചിലപ്പോൾ. പിന്നെ ബേസസ് ആൽക്കലൈൻ ടേസ്റ്റാണ്. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നു. സ്ലിപ്പറിയാണ്. പിന്നെ pH വാല്യൂ 7 കൂടുതലാണ്. ഫിനോഫ്തലിനെ പിങ്ക് കളറാക്കി മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെയോ ആസിഡ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്? ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ ഭാഷയിലെ ലാറ്റിൻ വേർഡായ ആസിഡസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? സോർ ടേസ്റ്റ്. നമുക്കറിയാം ആസിഡിൻ്റെ ടേസ്റ്റ് ഏതാ? സോർ ടേസ്റ്റ് ആണ്. ഇനിയോ ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. സബ്സ്റ്റൻസ് ദാറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഇതിൽ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ചിലും സിട്രസിലും പിന്നെ ലെമണിലും ഒക്കെ എന്തുണ്ട്? ലെമണിലൊക്കെ എന്തുണ്ട്? പിന്നെ സിട്രിക് ആസിഡ് ഉണ്ട്, അസിഡിക് ആണ് അല്ലേ. പിന്നെയോ പിന്നെ ബിലിമ്പി ഉണ്ട് അല്ലേ. ബിലിമ്പി ഉണ്ട്. ബിലിമ്പിയിൽ ഇരുമ്പം പുളി അല്ലെങ്കിൽ പിന്നെ കുടംപുളി, ഇനി ടാമറിൻഡ് ആയാലും എന്താണ് പിന്നെ അത് ഒരു ആസിഡ് അതിൽ പ്രസൻറ്റ് ചെയ്യും. ഒന്ന് മോർ ദാൻ വൺ ആസിഡ് പ്രസൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു ടർട്ടാറിക് ആസിഡ് ഉണ്ട്. പിന്നെയോ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് അല്ലേ. പിന്നെ ടൊമാറ്റോ ഉണ്ട് അല്ലേ. ടൊമാറ്റോയിൽ ഉണ്ട്. ടൊമാറ്റോയിൽ നമ്മൾ ഒക്സാലിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫുഡ് ഐറ്റംസിലുള്ള പിന്നെ ആസിഡുകളെ പറ്റി നമുക്ക് അടുത്ത ഇതിൽ പറയാം. എന്നാലും ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ. എന്താണ് ബോക്സ്? ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ്സ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്ന ഏതൊക്കെ? അപ്പോൾ ആസിഡിക് നേച്ചർ കാണിക്കുന്നതൊക്കെ എന്ത് കാണിക്കൂ? പിന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്ത് ചെയ്യും? റെഡാക്കി മാറ്റൂ. അതിൻ്റെ റീസൺ നിങ്ങളതായ ഭാഷയിലൂടെ എഴുതണം. ഒരു സിമ്പിൾ ഇംഗ്ലീഷിൽ യുവർ ഓൺ ലാംഗ്വേജിൽ എഴുതുക അല്ലേ. ഇവിടെ നമ്മൾ ശരിയിട്ട ആളുകളൊക്കെ എന്ത് ചെയ്യും? പിന്നെ റെഡ് കളറായിട്ട് മാറും. പിന്നെയോ എന്താണ് അതിൻ്റെ റീസൺ നമുക്കറിയാം. ആസിഡിൻ്റെ പെക്യുലാരിറ്റീസ് നമുക്കറിയാം. പിന്നെ ഫുഡ് ഐറ്റംസിലുള്ള ആസിഡുകളെ നമുക്കൊന്ന് നോക്കാം അല്ലേ. നല്ലൊരു ചിത്രം. നെല്ലിക്ക, ഗൂസ്ബെറീസിൽ എന്താണുള്ളത്? വിറ്റാമിൻ സി പിന്നെ അധികം ഉള്ളതാണ്. ഏത്? ഗൂസ്ബെറീസ്. അപ്പോൾ വിറ്റാമിൻ സി ഈസ് അസ്കോബിക് ആസിഡ് അല്ലേ. അസ്കോബിക് ആസിഡിൻ്റെ വേറൊരു പേരാണ് എന്ത്? വിറ്റാമിൻ സി അല്ല. വിറ്റാമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോബിക് ആസിഡ്. പിന്നെയോ ഇതൊക്കെ ചിലപ്പോൾ USSന് ചോദിക്കും കേട്ടോ. പിന്നെയോ ഈ സോർ ടേസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെയോ മെറ്റൽ, പിന്നെ നമ്മളെ ഫുഡ് ഐറ്റംസിൽ ചിലപ്പോൾ മോർ ദാൻ വൺ ആസിഡ് ഉണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെയോ വീക്ക് ആസിഡ് ഉണ്ടാവും അല്ലേ. സ്ട്രോങ് ആസിഡ് ഒന്നും ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവില്ല അല്ലേ. ഇനിയോ ബട്ടർ മിൽക്ക് ആയാലും കേടായാലും മിൽക്കായാലും അതിലൊക്കെ ആരുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ടല്ലേ. മോര്, തൈര്, പാല്, ലാക്റ്റിക് ആസിഡ് ഉണ്ടല്ലേ. പിന്നെയോ വിനേഗർ, സുർക്കയിൽ അസിറ്റിക് ആസിഡ് ഉള്ളതല്ലേ. അതൊരു വീക്ക് ആസിഡ് അല്ലേ. ഇത് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ മാഗ്നീഷ്യം റിബൺ കത്തിച്ച് അല്ലേ. മാഗ്നീഷ്യം റിബൺ പീസാക്കി ടെസ്റ്റ് ട്യൂബിലിട്ട്. പിന്നെയോ ലെമണിൽ സിട്രസിൽ ഓറഞ്ചിലൊക്കെ എന്തുണ്ട്? സിട്രിക് ആസിഡ് ഉണ്ട്. പിന്നെ ടാമറിഡിൽ എന്തുണ്ട്? ടർട്ടാറിക് ആസിഡ് ഉണ്ട്. പിന്നെയോ ഇരുമ്പം പുളി ആയാലും പിന്നെ മറ്റേ കുടംപുളി ആയാലും. പിന്നെ ആപ്പിളിൽ എന്തുണ്ട്? മാലിക് ആസിഡ് ഉണ്ട് അല്ലേ. പിന്നെയോ ഗൂസ്ബെറിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെയോ ടൊമാറ്റോയിൽ എന്തുണ്ട്? ഒക്സാലിക് ആസിഡാണുള്ളതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ നിങ്ങൾ ഉമ്മാനോട് ചോദിച്ചു നോക്ക് എങ്ങനെയാണ് പിന്നെ പാലിത പിന്നെ കേടാക്കുക എന്നുള്ളത്. പിന്നെ അതായത് ആരാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് പഠിച്ചു അല്ലേ. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്നുമില്ല, ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക? കുറച്ച് കേട് ചേർത്ത് കൊടുക്കുക അല്ലേ. പിന്നെ മിൽമേലൊന്നും ചിലപ്പോൾ നമുക്കൊന്ന് കടഞ്ഞെടുത്താൽ വെണ്ണ കിട്ടൂല. പണ്ടൊരു മന്തില്ലേ എന്താ പറയുക, ഒരു കുടുക്കയിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മന്തിട്ട് ഇങ്ങനെ കടഞ്ഞെടുത്താൽ അതിൽ നിന്ന് വെണ്ണ വേറെ കിട്ടും. പിന്നെയോ മോര് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പാല് കുടിക്കുമ്പോഴുള്ള ടേസ്റ്റാണോ പിന്നെ അത് കേടായി പോകുമ്പോൾ ഉള്ളത്? അല്ല സോർ ടേസ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞതൊക്കെ വീക്ക് ആസിഡുകളാണ്. ഇനി സ്ട്രോങ് ആസിഡുകൾ വരികയാണ് അല്ലേ. സ്ട്രോങ് ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇവരൊക്കെ സ്ട്രോങ് ആസിഡുകളാണ് അല്ലേ. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ് കേട്ടോ. അസിറ്റിക് ആസിഡാണ് നമ്മൾ സുർക്കയിലുള്ള നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ബേസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലൈം വാട്ടറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ലൈം വാട്ടർ. പിന്നെയോ സോഡിയം ഹൈഡ്രോക്സൈഡാണ് കോസ്റ്റിക് സോഡ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കോസ്റ്റിക് സോഡയുടെ വേറെ പേര് അല്ലെ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വേറെ പേര്. പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെ അറിയപ്പെടുന്നു? നമ്മൾ പറഞ്ഞില്ലേ, സോഡിയവും പൊട്ടാസ്യവും എന്തിൽ റിയാക്ട് ചെയ്യും? ഹൈലി റിയാക്റ്റീവാണ് അല്ലേ. എങ്ങനെ റിയാക്റ്റീവാണ്? വാട്ടറിലും റിയാക്ട് ചെയ്യും, എയറിലും റിയാക്ട് ചെയ്യും. വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ കറങ്ങിയിട്ട് കത്തും അല്ലേ.
അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാം. യെസ്, ഇതിൻ്റെ ഇക്വേഷനുകൾ ചോദിക്കൂല കേട്ടോ, വെറുതെ പറയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, പിന്നെ നൈട്രിക് ആസിഡ് HNO3, സൾഫ്യൂരിക് ആസിഡ് H2SO4, പിന്നെ അസിറ്റിക് ആസിഡ് വിനേഗറിലുള്ളത് വീക്ക് ആസിഡാണ് CH3COOH, പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം വാട്ടർ, നമ്മൾ ലൈം ആക്കലില്ലേ, അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെയോ സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെയോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. പിന്നെ ഇതാ നമ്മുടെ ആനക്കയത്ത് സംഭവിച്ചത് എന്താണ്? ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ കണ്ണിലേക്ക് എന്ത് തെറിച്ചു? ആസിഡ് സ്പില്ലായി അല്ലേ? എന്ത് ആസിഡാണ്? ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ് വേറെ ഒരു ജീവിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആൻറ്റിലുണ്ട് അല്ലേ? ആൻറ്റ് കടിച്ചാൽ പിന്നെ ചൊറിച്ചിലിനും അല്ലെങ്കിൽ വേദനക്കും കാരണമായത് ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ്. അപ്പോൾ ഈ ഫോമിക് ആസിഡ് എന്തിനാണ് റബ്ബർ തൊഴിലാളി എടുത്തത്? റബ്ബർ തൊഴിലാളി അതിൻ്റെ ഡബ്ബ പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ കണ്ണിലേക്ക് തെറിച്ചു, സിവിയർ ഐ ഇഞ്ചറി ഉണ്ടായി അല്ലേ? അതുപയോഗിക്കുന്നത് തിക്കണിങ് ലാറ്റക്സ് റബ്ബറിൻ്റെ. പിന്നെയോ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ആക്സിഡൻറ്റ്, ഇങ്ങനത്തെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെയോ ആസിഡ് പിന്നെ പിന്നെ ആസിഡ് സ്പില്ലായാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പൊള്ളിയാൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലേ, പിന്നെ ആസിഡ് ആയാൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലേ. ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടറിൽ കൈ ഇങ്ങനെ കഴുകുക എന്നുള്ളതാണ്. ഇനി പിന്നെ കൈ കത്തിയാലും ബേണായാലും എന്ത് ചെയ്യുക? ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഡിപ്പ് ചെയ്തിട്ട് കൈ അവിടെ വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെഡിയാവും. അല്ലേ, എയറിങ് കോണ്ടാക്റ്റ് വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കുമിളകളെല്ലാം വരും അല്ലേ. ഇനി ഇതാ നമ്മൾ താഴോട്ടേക്ക് പോകുന്നു. ഇതാ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. പിന്നെയോ അതൊരു പിന്നെ വീക്ക് ആസിഡ് അല്ല അല്ലേ, അത് സ്ട്രോങ് ആസിഡാണ്. എന്തിനാണത്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അത് കൂടിയാലോ ആസിഡിറ്റി ഉണ്ടാവും. അതിൻ്റെയോ കുറച്ച് സിംറ്റംസ് ഉണ്ട്. പിന്നെ അതിന് റെമഡി ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന? ആൻറ്റാസിഡ് ആണല്ലേ.